ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. വെൽക്കം ടു ചോങ്ഷിങ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ദ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഓഫ് ദിസ് അമേസിങ് സിറ്റിയാണ്. സോ നമ്മൾ ഇവിടുത്തെ ഓൾഡ് സിറ്റിയും കാണിക്കും, അതുപോലെ തന്നെ ഇവിടുത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയയും കാണിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വിഷ്വൽ ട്രീറ്റ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് ദ വ്ളോഗ്. ഗൈസ്, സോ ഇത് ആക്ച്വലി ഷിയാവോ ലെയിൻ എന്ന് പറയുന്ന ഇപ്പോഴും പഴയ ചോങ്ചിങ്ങിൻ്റെ ഒരു എസ്തെറ്റിക്സ് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ യു ക്യാൻ സീ ഹൗ ഹില്ലി ദിസ് ചോങ്ചിങ് സിറ്റീസ്. ഈ ഒരു സിറ്റിയാണ് അവർ മോഡേൺ ടെക്നോളജിക്കൽ മാർവൽ സിറ്റിയായിട്ട് മാറ്റിയിരിക്കുന്നത്. 1000 വർഷം പഴക്കമുള്ള പാറക്കല്ലൊക്കെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഈ ഒരു ഓൾഡ് സിറ്റി അന്ന് പണിതിരിക്കുന്നത്. അത് ഇന്നും അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇവിടെ നിന്നുള്ള അമേസിങ് വ്യൂ ആണ്. വേറൊരു ടിപ്പ് വരട്ടെ, ഇവിടെ നിങ്ങൾ രാത്രി വന്നു കഴിഞ്ഞാൽ അത് കാണുന്ന റാഫിൾ സിറ്റി എന്ന് പറഞ്ഞൊരു മോളാണ്. ആ മോളിൻ്റെ ലൈറ്റപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇറ്റ്സ് ലൈക്ക് സിംഗപ്പൂർ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും റാഫിൾ സിറ്റി. അതിനെക്കാട്ടിയൊക്കെ ഭയങ്കര ഹ്യൂജാണ് ഇവിടുത്തെ റാഫിൾ സിറ്റി. എന്നറിയോ, ഇവിടെ ഫ്രീ ആയിട്ടുള്ള നല്ല ക്ലീൻ പബ്ലിക് ബാത്റൂംസും ഉണ്ട്. ഇത് ആക്ച്വലി അവരൊരു ഹിപ്സ്റ്റർ വൈബിലാണ് ഈ ഒരു ഏരിയ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ യു ഗോട്ട് ഈസ് വെസ്റ്റേൺ കഫേസ്, വെസ്റ്റേൺ റെസ്റ്റോറൻറ്റ്സ്, ബർഗർ ജോയിൻറ്റ്സ്, അങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ഇത് കൊള്ളാലോ, ജെഫറിൻ്റെ മുഖശായം പോലെ ഉണ്ട്, നല്ല വട്ട മുഖം. സെറ്റായേ, ഇൻക്രെഡിബിൾ വൈബുള്ള പ്ലേസ് ആണ്. എവറി പ്ലേസ് ഇസ് ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് വിത്ത് ഷോപ്സ് ആൻഡ് ഒരു ഹിപ്സ്റ്റർ ലെയിനാണ്. അത് തന്നെ പറയാം, നമുക്കൊരു ചിൽഡ് ഔട്ട് വൈബുള്ള ഒരു ഏൻഷ്യൻ സിറ്റി. ഫോർട്ട് കൊച്ചിയുടെ ഒക്കെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ. നമുക്ക് ഫുൾ കഫേസ് ആൻഡ് മാർക്കറ്റ്സ് ആൻഡ് ഒരു എന്താ പറയുന്നത്, ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ്സ് ജസ്റ്റ് സച്ച് എ റിലാക്സിങ് പ്ലേസ്. പഴയ ചോങ്ചിങ്ങിലേക്ക് പോന്നു, പക്ഷെ ഭയങ്കര ഒരു ഹിപ്സ്റ്റർ മോഡേൺ വൈബ്. ടെക്നോളജിക്കൽ മോഡേൺ അല്ല, ഒരു ഹിപ്സ്റ്റർ വൈബ്. മലയിൽ അതെ. ഈ ചെയർസ് വരെ വെച്ചിരിക്കുന്ന എന്തൊരു യുണീക്കാന്നറിയോ? ലുക്ക് അറ്റ് ദിസ്. എവിടുന്നോ എടുത്തോണ്ട് വന്ന ചെയർ പോലെ ഇല്ലേ? അതുപോലെ തന്നെ മിഡിൽ ഓഫ് നോ വെയറിൽ വേറെ ചെയർ, സൈഡിൽ ഇതുപോലെ മുകളിലേക്ക് കയറാൻ ഉള്ള സ്റ്റെപ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. I can't imagine how beautiful they have made this place. തൊട്ടപ്പുറമൊക്കെ മറ്റേ അൾട്രാ മോഡേൺ മെട്രോപോളിസ് ആണ്. ഇത് കണ്ട പല ലെയേഴ്സിലായിട്ട് ഇപ്പോഴും ചോങ്ചിങ് തന്നെയാണ്. പല ലെയേഴ്സിലായിട്ട് ഓരോ ബിൽഡിങ്സ് വന്ന് ബാസ്, റെസ്റ്റോറൻറ്റ്സ്, കഫേസ് ആൻഡ് അടിയിൽ കണ്ട ഒരു വാട്ടർഫാൾ പോലത്തെ ഒരു ഏരിയ വെച്ചിട്ടുണ്ട്. പഴയ മറ്റേ വീൽസ് എന്താ പറയുന്നത്, സ്പിന്നിങ് ചവിട്ടി കറക്കുന്നില്ലേ വീല്, ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. വെരി beautiful place. Must visit in Chongqing. സോ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. വാട്ട് എ ഹിപ്സ്റ്റർ പ്ലേസ്, മൈ ഗോഡ്. ഇവിടെ നിന്ന് എക്സിറ്റ് കണ്ടുപിടിക്കാനാണ് പാട്. അവർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഐ ഡോണ്ട് നോ വൈ ദീസ് പ്ലേസസ് ആർ അൺനോൺ ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അറിഞ്ഞുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യായിരിക്കും. കാരണം വേറെ രാജ്യങ്ങൾക്കൊന്നും ഇതുപോലെ ഈ ക്വാളിറ്റിയിൽ, ഈ റേറ്റ്സിൽ, ഈ ഒരു ബ്യൂട്ടിഫുൾ സേഫ്റ്റിയിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വാട്ട് എൻ അമേസിങ് ഗ്ലിംസ് ഇൻ ടു ദ ഓൾഡ് വൈബ്സ് ഓഫ് ചോങ്ചിങ്, ചൈന. ഇനി നമുക്ക് അൾട്രാ മോഡേൺ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, നമ്മളപ്പോൾ ഓൾഡ് ടൗണിൽ നിന്നൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയേ.
വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ വേറെ ലോകം. ഫുൾ മറ്റേ സ്കൈ സ്ക്രേപ്പേഴ്സ്, ബിൽഡിങ്സ്, ഇതുപോലത്തെ പാർക്സ് ഒന്നും അല്ലാതെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷനും ഉണ്ട്. So guys, welcome to the modern side of Chongqing. ഗൈസ്, അപ്പോൾ ഈ ഒരു സൈഡ് കാണിക്കാനായിട്ട് ഞങ്ങൾ ഒരു മോളിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ദയവ് ഇത് സ്കിപ്പ് ചെയ്യരുത് മോളാണെന്ന് വിചാരിച്ചു. കാരണം ഇതിനകത്ത് കാണാൻ പോകുന്നത് വേറെ ടൈപ്പ് സംഭവങ്ങളായിരിക്കും. ഇത് ഔട്ട്ഡോർ മോളല്ല, ഇൻഡോറാണ്. ഫ്രണ്ടിൽ കാണുന്നത് ഗാർഡനാണ്. ഞാനാ ജെഫ്രിൻ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഭയങ്കര സെറ്റപ്പ് അല്ല, അവരെന്ത് പാടുവിട്ടായിരിക്കും മെയിൻറ്റെയിൻ. ഒരു മോളിന്റെ ഉള്ളിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. മോഡേൺ, നമ്മൾ രാവിലെ പോയെടുത്ത ട്രഡീഷണൽ ആണെങ്കിൽ ഇവിടെ അൾട്രാ മോഡേൺ, പക്ഷെ അതിലും ഒരു യൂണിക്നെസ്. ഈ രണ്ട് വാക്ക് വേസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടാ, ഔട്ട് സ്റ്റാൻഡിങ്. എന്തൊരു എഞ്ചിനീയറിംഗ് മാർവൽ അല്ലേ. ഡിസൈൻ എഞ്ചിനീയറിംഗ് മാർവൽ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ടല്ലോ. ഇത് വെറുതെ അവരൊരു പ്ലാറ്റ്ഫോം പോലെ ചെയ്തിരിക്കുകയാണ്. മോൾ ഇസ് ലൈക്ക് ബ്രാൻഡ്. ഒരു ബേർഡ് കേജിൻ്റെ രീതിയിലാണ് ഈ മോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ ഡിസൈൻ. ഇതുപോലെ രണ്ട് പ്ലാറ്റ്ഫോംസ് നടുക്ക് വെച്ച് പണിതിട്ട്, ആൻഡ് ദെൻ യു ഹാവ്, അതെന്തായാലും ഞാൻ കാണിക്കാം. ഈ മോളിന് എക്സ്റ്റേണൽ പാർട്ടും ഉണ്ട്, വിച്ച് ഇസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ദി ഇൻറ്റീരിയർ. ഒരു ചെറി ബ്ലോസം ട്രീ ഒക്കെ വെച്ചിട്ട്. കറങ്ങി നടന്ന് ഇനി ഞാൻ കുറച്ചൊരു സിനിമാറ്റിക് മ്യൂസിക് രീതിയിലൊക്കെ എടുക്കാനാണ് പ്ലാൻ ചെയ്തത്. കാരണം കൂടുതൽ സൈറ്റ്സ് കാണിക്കാനുള്ള എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് ഷോ ദ ഡിഫറൻസസ് റൈറ്റ്. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഒരു കിള്ളൻ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ കയറി റാമൻ, എനിക്കൊന്ന് ജെഫ്രിൻ ഇതുവരെ റാമൻ കഴിച്ചിട്ടില്ല. ഐ ലവ് റാമൻ, ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഗുഡ്. ആൻഡ് ഓബിയസ്ലി ഇന്ന് റാമൻ ജാപ്പനീസ് ഡിഷാണ്, പക്ഷേ ജപ്പാനിലാണ് എനിക്കൊന്ന് അത്യാവശ്യം എക്സ്പെൻസീവ്. നമുക്ക് തായ്ലൻഡിലും ചൈനയിലൊക്കെ കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഇപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത റാമൻ ഒരു 400 റുപ്പീസേ വരുന്നുള്ളൂ. ഗൈസ്, സോ വിശന്നിരുന്നിട്ട് അവസാനം നമുക്ക് കുറച്ച് റാമൻ കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക്സ് ഇറ്റ്സ് ടങ്കോത്സു റാമൻ വിത്ത് സം ചാർസുയി പോക്ക് ആൻഡ് ബോയിൽഡ് എഗ്. ഇതൊരു ജപ്പാനിൽ കിട്ടുന്ന രീതിയിലൊക്കെ ഉണ്ട് കണ്ടിട്ട്. ലെറ്റ്സ് ചെയ്ത് ഇത് എനിക്കൊന്ന് റാഡിഷ് ആണെന്ന് തോന്നുന്നു. ഓ, ശരിക്കും റാമൻ എൻജോയ് ആണെങ്കിൽ അടിയിൽ ബ്രോത്ത് എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് നൂഡിൽസ് ഇടുക, എന്നിട്ട് നമ്മൾ നൂഡിൽസ് കഴിച്ചുകൊണ്ട് സൂപ്പ് കുടിക്കുക. ഓ, ഇറ്റ്സ് ക്രീമി, ഇറ്റ്സ് ബ്രോത്തി, ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രീംലി റിച്ച് ബ്രോത്താണ്. നമ്മുടെ ചൈനീസിൻ്റെ ഒരു സ്പൈസ് അല്ല ഇത്, ഒരു റിച്ച്നെസ് ആണ് ഇതിൽ. And that grilled pork is amazing. Wow. അതും സാധിച്ചു ഇവിടെ. ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അടുത്തൊരു റാഫിൾ സിറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ചോക്ലേറ്റ് ബ്രൗണി ബണ്ണും ഇതൊരു ബനാന ബണ്ണും ആണ്.
ഓ സാധാരണ അകത്ത് നമുക്ക് ചോക്ലേറ്റ് ലിക്വിഡ് ഫില്ലിംഗ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രസോ അങ്ങനെ ചോക്ലേറ്റ് ലിക്വിഡ് ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് ചിപ്സ് ആയിരിക്കില്ലേ. ഇതിൻ്റെ അകത്ത് ബണ്ണ് ഭയങ്കര സോഫ്റ്റാണ്, അതൊക്കെ അടിപൊളിയാണ്. അകത്ത് ചോക്ലേറ്റ് ബ്രൗണിയാണ് വരുന്നത്, അതൊരു ഡെൻസ് ബ്രൗണി പോലെ കൊള്ളാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റാഫിൾ സിറ്റിയിലേക്ക് പോകാം. ഞങ്ങളെ ഇങ്ങനെ അന്തരിച്ച് കണ്ടോണ്ടേ ഞാൻ അടുത്ത പോകുന്ന സ്ഥലം കാണിച്ചുതരാം. ഈ കാണുന്നതാണ് റാഫിൾസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്കാണ് പോകുന്നത്. കാണണ്ടേ മോഡേൺ സൈഡ്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡേ കണ്ട മറ്റേ ഹോങ്ക്യ കേവ് ഒക്കെ ഇങ്ങനെ പറയായിരുന്നു, ഇനി ലോകത്ത് ഏത് രാജ്യത്ത് ഞാൻ പോയാലും മനസ്സറിഞ്ഞ് എനിക്ക് തോന്നില്ല ഞാൻ വാവും അല്ലെങ്കിൽ അതിശയിക്കും അല്ലെങ്കിൽ ചൈനയെ കാട്ടി ബെറ്റർ എന്നുള്ളത്. നമ്മൾ ഓൺലി ക്ലോസ് ടു കൺട്രി വിച്ച് ക്യാൻ കം ഇസ് ജപ്പാൻ. പക്ഷെ ഇപ്പോൾ ജപ്പാൻ പോലും ഐ വിൽ ഡെഫിനറ്റ്ലി പ്രിഫർ കമ്മിങ് ടു ചൈന. അതും ഞാൻ ഷാങ്ഹായ് ബീജിങ്ങും ഷെൻഡും ആ സ്ഥലത്തൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ഹാർബിനും ഡാൻഡോങ് ഒക്കെ അത്ര ഒരു സംഭവമല്ല. പിന്നെ ചോങ്കിങ് എന്നല്ല എന്താ ചോങ്കിങ്. ഇനി എനിക്ക് ചൈന ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. റാഫിൾ സിറ്റി മോളിൻ്റെ ജസ്റ്റ് ഒന്ന് വെളിയിൽ വന്നതാണ്. ഇങ്ങനെ ഓരോ സ്ക്വയേഴ്സ് ഉണ്ട് മോളിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് ജസ്റ്റ് ഇത് വ്യൂ ഫ്രം ഓൾ ദീസ് പ്ലേസസ്. അതേ പറഞ്ഞാൽ നമ്മൾ ചൈനയിൽ വന്നു കഴിഞ്ഞുണ്ടല്ലോ, യു ജസ്റ്റ് കനോട്ട് ഇമാജിൻ അനദർ പ്ലേസ് ഫോർ എ ഹോളിഡേ ഓർ ഫോർ യുവർ ഹണിമൂൺ. കെട്ടുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഹണിമൂൺ ഇവിടെ വരും. കണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ മാത്രം അപ്രോച്ച് ചെയ്താൽ മതി അല്ലേ? ഇതൊക്കെ എനിക്ക് തോന്നേ ഞങ്ങൾ അധികം സംസാരിക്കണ്ട, ഞാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ഷോട്ട്സ് തന്നെ കാണിക്കാം. നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഗെറ്റ് വണ്ടേർഡ്, ബ്ലോൺ അവേ ബൈ വാട്ട് ചൈന ആൻഡ് ചോങ്കിങ് ഇസ്. So guys, what we were waiting for this evening to just sun set ചെയ്തിട്ട് ഈ ഒരു വ്യൂ കൂടെ കാണിക്കാനായിട്ട് ഞാൻ രാത്രി ചോങ്കിയുടെ ഒരു വ്ളോഗ് കാണിക്കുന്നതായിരിക്കും. സോ ദാറ്റ് യു നോ ഹൗ യങ് ആൻഡ് എലൈവ് ചോങ്ചിങ് ഇസ് അറ്റ് നൈറ്റ്. പക്ഷേ ഇതൊരു സാമ്പിളാണ്, രാത്രി ഇങ്ങനെയാണ് ചോങ്ചിങ് എന്നുള്ളത്. ആൻഡ് രാവിലെ നമ്മൾ ഇതുപോലെ ഏൻഷ്യൻ സ്ഥലത്ത് പോയി ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ അവിടുത്തെ കൂടെ ഒന്ന് വ്യൂ കാണിക്കാം. ആൻഡ് ബാക്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ റാഫിൾസ് നോക്ക്. സോ വൈൻഡിങ് അപ്പ് ഫോർ ദ ഡേ. ദേ ബോട്ട് ക്രൂസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്, ഡിന്നർ ക്രൂസ്. പക്ഷേ കുറേയും കൂടെ കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് സീനിക് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒട്ടും ഇൻ്റർനാഷണൽ രീതിയിൽ കമേഴ്ഷ്യലൈസേഷൻ ആയിട്ടില്ല. സോ യു ഗെറ്റ് എ ചൈനീസ് എസെൻസ് ഇൻ വാട്ട് എവർ യു ഡു അല്ലേ? ശരിക്കും ഒരു ചൈനീസ് ഫീലിംഗ് തന്നെയല്ലേ മൊത്തം, ഇത്രയും ഒരു മോഡേൺ സിറ്റി ആണെങ്കിലും. കാരണം ഫോറിനേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, വേറെ ലെവലാ. സോ കൺക്ലൂഷനായിട്ട് ജസ്റ്റ് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഹാർഡ് ഏൺ മണിക്ക് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഹോളിഡേ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് വെക്കേഷൻ വേണമെങ്കിൽ ഈവൻ ചൈന ആസ് എ ഹോൾ യു ഡോണ്ട് നീഡ്. ഒരു 1 വീക്കിലേക്കൊക്കെ നിങ്ങൾ ചോങ്ക്യൂലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ദ ബെസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ് ഫോർ എക്സലൻറ്റ് വാല്യൂ ഫോർ മണി.
ഔട്ട്സ്റ്റാൻഡിങ് സേഫ്റ്റി, ഡെലിഷ്യസ് ഫുഡ്, ഹെൽപ്ഫുൾ പീപ്പിൾ. ഒരാഴ്ച കൂടെ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും. അതെ, അത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇഫ് യു ക്യാൻ കം ടു ചൈന ആസ് സൂൺ ആസ് പോസിബിൾ. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നാളെ ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ രാത്രിയിലത്തെ ഒരു വൈബും കൂടെ കാണിക്കാം. സോ ദാറ്റ് യു ഗെറ്റ് മോർ കൺവിൻസ്ഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ. സോ വ്ളോഗിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ. ബൈ. ഒന്നും കൂടെ കാണിക്കട്ടെ. ഓ മതി, ഇനി കട്ട് ചെയ്യും, നമുക്ക് കാണാം.